അമ്മമ്മയ്ക്കൊപ്പം നിന്നാ മതി. ഈ മക്കളെ പൊന്നുപോലെ നോക്കണേ സാറന്മാരെ. ഇവർക്ക് ഞാനും നിങ്ങളും അല്ലാതെ മറ്റാരും ഇല്ല. ഇലാമ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോ ആദ്യവസാനം കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് അമർത്തിയേക്കണേ. പി. സുരേന്ദ്രൻ എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പാണ് അമ്മമ്മ. ചെറുകഥയുടെ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പ്. ഒരു വിദ്യാലയത്തിലെ ഒരു അധ്യാപകന്റെ ഓർമ്മകളിലൂടെ ഒരു അമ്മമ്മയും അവരുടെ 3 പേരക്കുട്ടികളും ഉൾപ്പെടുന്ന ഒരു അനുഭവക്കുറിപ്പ്. പ്രീ മെട്രിക് സ്കൂള് ഗവൺമെന്റ് അധീനതയിലുള്ള പള്ളിക്കൂടങ്ങളാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രീ മെട്രിക് സ്കൂളുണ്ട്. ഈ സ്കൂളിന്റെ പ്രത്യേകത 4ാം ക്ലാസ് പഠനം കഴിഞ്ഞാൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സർക്കാർ ചെലവിൽ സാമ്പത്തികമായിട്ടും സാമുദായികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി പഠിച്ച് പുറത്തു വരാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്ന സ്കൂളുകളെയാണ് പ്രീ മെട്രിക് സ്കൂളുകൾ എന്ന് പറയുന്നത്. അത്തരം ഒരു സ്കൂളിൽ തൻ്റെ പേരക്കുട്ടിയെ ചേർക്കാൻ എത്തുന്ന ഒരു അമ്മമ്മയുടെ കഥയാണ് പി. സുരേന്ദ്രൻ അതേ പേരിൽ എഴുതിയിരിക്കുന്നത്. ഇത്തവണ സ്കൂൾ തുറന്നപ്പോൾ തൻ്റെ 3ാമത്തെ പേരക്കുട്ടിയെയും ചേർക്കാൻ ആ അമ്മമ്മ വന്നിരുന്നു. വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെയും ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നതാണ്. മൂത്ത 2 പേരെയും ഇതേ പ്രായത്തിലാണ് ഇവിടെ ചേർത്തത്. ഇപ്പോൾ അവർ 9ലും 7ലുമായി. 4 വർഷം മുമ്പ് മൂത്ത കുട്ടിയെ സ്കൂളിൽ വിടാൻ വന്നപ്പോഴാണ് ഞാൻ ആ അമ്മമ്മയെ ആദ്യം കാണുന്നത്. കരച്ചിലടക്കി പിടിച്ച ആ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയി. അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങി എന്നെ ഇവിടെ ചേർക്കല്ലേ എന്ന് അവൻ ചിണുങ്ങുന്നുണ്ടായിരുന്നു. അമ്മയില്ലാത്ത 3 മക്കളെയാണ് താൻ പോറ്റുന്നതെന്ന് അമ്മമ്മ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുഖത്തെ ചുളിവുകളിലേക്ക് നോക്കി. തേവി വറ്റിപ്പോയ ഒരു കിണറായിരുന്നു എൻ്റെ മുന്നിൽ. എന്നാലും അതിൽ തെളിനീര് പൊടിയുന്നുണ്ടായിരുന്നു. ആ അമ്മമ്മയ്ക്ക് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. മകളുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. കലഹങ്ങൾ നിറഞ്ഞ ജീവിതം. ഒടുവിൽ പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട് അവരുടെ കരച്ചിലുകൾക്ക് കാതുകൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. പേരക്കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞിയിൽ തൻ്റെ കണ്ണീരുപ്പ് എത്രത്തോളം വീണലിഞ്ഞിട്ടുണ്ടെന്ന് അമ്മമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഹോസ്റ്റലിലുള്ള കുട്ടിയെ കാണാൻ വരുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ കേട്ട് പിഞ്ഞിക്കേറിയ പേഴ്സിൽ നിന്ന് ചില്ലറത്തൊട്ടുകൾ കണ്ണീരിൽ നനച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ 2ാമനെയും ഇപ്പോൾ 3ാമനെയും ഹോസ്റ്റലിൽ ചേർത്തു. കണ്ണീര് നനച്ച് നൽകേണ്ട ചില്ലറത്തൊട്ടുകളുടെ എണ്ണം കൂടി. ആ പേഴ്സാകട്ടെ കൂടുതൽ പിഞ്ഞിക്കേറുകയും ചെയ്തു. മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്ത് വിറയ്ക്കുന്നുണ്ടാവണം. അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യരശ്മി നിറങ്ങൾ കവർന്നെടുത്ത ഒരേ ഒരു സാരിയാണ് അവർ എപ്പോഴും ധരിക്കാറ്. ഈയിടെ മറ്റൊന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചു. അമ്മമ്മ ചെരുപ്പും ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന ആ പാദങ്ങൾ വിണ്ടുപൊട്ടിയിരുന്നു. ഈ മക്കൾക്ക് ഈ 2 പൊറോട്ടയും ഓരോ പഴംപൊരിയും കൊടുക്കാമോ? കൂടുതലൊന്നും വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ഇന്റർവെൽ സമയത്ത് 3 പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്ക് ഇറങ്ങും. അവർക്കൊത്തിരി ആവശ്യങ്ങളുണ്ട്, ആവലാതികളുണ്ട്. ചായക്കടയിൽ കൊണ്ടുപോയി പൊറോട്ടയും പഴംപൊരിയും വാങ്ങിക്കൊടുക്കും. പേന, ചെരുപ്പ്, ബെൽറ്റ്, അവരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അമ്മമ്മേ, എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോവല്ലേ, എന്നെയും കൊണ്ടുപോ. അമ്മമ്മ മടങ്ങിപ്പോകുന്ന നേരം ക്ലാസ്സിലെ ടീച്ചറുടെ ശാസന വകവയ്ക്കാതെ ഏറ്റവും ഇളയവൻ വാതിൽക്കൽ ചെന്ന് അമ്മമ്മേ എന്ന് ഉറക്കെ വിളിച്ചത് ഒരിക്കൽ ഞാൻ കേട്ടു. ആ വിളി എൻ്റെ നെഞ്ചിൽ തറച്ചു. എൻ്റെ വേവലാതി അതൊന്നുമല്ല. കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പുള്ള ലോകം അവരെ വേഗം മാറ്റിമറിക്കും. വെയിലുകൊണ്ട് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് ഒരു നാൾ അവർ വെറുപ്പോടെ നോക്കിയേക്കാം. അന്ന് അമ്മമ്മയുടെ കണ്ണീര് പിൻവാങ്ങി പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായി ഒഴുകിയേക്കാം. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഓർമ്മക്കുറിപ്പാണിത്. ഈ ഓർമ്മക്കുറിപ്പ് തുടങ്ങുന്നത് തന്നെ ഈ ഒരു വരിയിലാണ്. കഥാകാരൻ്റെ മനസ്സിൽ അമ്മമ്മയെ ആദ്യമായി കണ്ടപ്പോൾ പതിഞ്ഞ ഒരു ചിത്രമാണിത്. ഈ ഒറ്റ വരി മതി ഈ കഥയുടെ വൈകാരികത എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ കഥയുടെ ഒരു പശ്ചാത്തലം ഇതാണ്. തൻ്റെ 3 പേരക്കുട്ടികളിൽ അവസാനത്തെ ആളെയും ഹോസ്റ്റൽ സൗകര്യമുള്ള പ്രീ മെട്രിക് സ്കൂളിൽ ആക്കിയ ശേഷം തനിച്ചാകുന്ന അമ്മമ്മ. ഓരോ കുട്ടിയെയും സ്കൂളിലാക്കുമ്പോഴുള്ള ആ വേദന ഇത്തവണ ഇരട്ടിയാണ്. കാരണം ഇനി തിരിച്ചു പോകുമ്പോൾ ആ വീട്ടിൽ ആ അമ്മമ്മ
ശരിക്കും ഒറ്റയ്ക്കാണ്. ഇനി നമുക്ക് ഈ അമ്മമ്മയുടെ സങ്കടത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങി വരാം. എന്താണ് അവരെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? കഥാനായകൻ, അതായത് ഈ കഥ പറയുന്ന ആള് അമ്മമ്മയെ ആദ്യമായി കാണുന്നത് 4 വർഷം മുമ്പാണ്. അന്നു മുതൽ ഇന്ന് വരെ ആ മുഖത്ത് ഒരു വലിയ സങ്കടം മായാതെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ഓരോ നോട്ടത്തിലും ചലനത്തിലും ആ വേദന നമുക്ക് കാണാമായിരുന്നു. അതൊരു സാധാരണ സങ്കടമായിരുന്നില്ല, അതിലും എത്രയോ വലുതായിരുന്നു. കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ് മഹാസങ്കടങ്ങൾ. ഇത് വെറും ദുഃഖം എന്നല്ല അർത്ഥമാക്കുന്നത്. ഒരു ജീവിതത്തെ തന്നെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന, ചിലപ്പോൾ താങ്ങാൻ പോലും പറ്റാത്ത വലിയ സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ്. അമ്മമ്മയുടെ ജീവിതം അത്തരം മഹാസങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു. അപ്പൊ എന്താണ് ഈ മഹാസങ്കടങ്ങൾക്ക് പിന്നിലുള്ള കാരണം? നമുക്ക് അവരുടെ ഭൂതകാലത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ടൈം ലൈൻ ഒന്ന് നോക്ക്. 8 വർഷം മുമ്പാണ് ആ വലിയ ദുരന്തം ഉണ്ടാവുന്നത്. അമ്മമ്മയ്ക്ക് ആകെ ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ആണായിട്ടും പെണ്ണായിട്ടും ഒരേ ഒരു മകൾ. ആ മകൾ മരിച്ചു പോകുന്നു. അതോടെ പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം ഈ അമ്മമ്മയുടേതായി. അന്നു മുതൽ ഇന്ന് വരെ അവർ ജീവിക്കുന്നത് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഭാഗം വരുന്നത്. ആ മകളുടെ മരണം ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല. തികഞ്ഞ മദ്യപാനിയായ അവളുടെ ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഒടുവിലായിരുന്നു ആ മരണം. അവളുടെ മരണശേഷം അയാൾ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോവുകയും ചെയ്തു. അമ്മവളെ കൂതിക്കെടുത്തി എങ്ങോട്ടോ ഓടിപ്പോയി. ഈ ഒരു വാചകം മാത്രം മതി ആ അമ്മമ്മ അനുഭവിച്ച വേദനയുടെ ആഴം എത്രയെന്ന് മനസ്സിലാക്കാൻ. ആ ദുരന്തത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ കണ്ണീരില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇത്രയധികം സ്നേഹിക്കുന്ന പേരക്കുട്ടികളെ പിന്നെ എന്തിനാണ് മെട്രിക് സ്കൂളിലെ ഹോസ്റ്റലിലാക്കുന്നതെന്ന്? അവരുടെ ഈ ത്യാഗത്തിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ഇത് നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഉത്തരം ഇതാണ്: അത് സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് അതിലില്ലാത്ത സ്നേഹം കൊണ്ടാണ്. തനിക്ക് ഒരുപക്ഷെ നൽകാൻ കഴിയാത്ത നല്ലൊരു വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഒരു ഭാവി, അതൊക്കെ അവർക്ക് ലഭിക്കണം. അതിനുവേണ്ടി സ്വന്തം സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അവർ ആ വലിയ ത്യാഗം ചെയ്യുകയാണ്. അമ്മമ്മയുടെ ഈ അവസ്ഥയെ കഥാകാരന്റെ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും. ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ ബാക്കി വെച്ച അടയാളങ്ങൾ ഒരുപാടാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വിവരങ്ങൾ ശരിക്കും വേദനിപ്പിക്കുന്നതാണ്. വെയിലേറ്റ് നിറം മങ്ങിപ്പോയ ഒരേ ഒരു സാരി, കീറിപ്പറഞ്ഞ ഒരു പേഴ്സ്, കാതിലോ കഴുത്തിലോ ഒരു തരി പൊന്നുപോലും ഇല്ല, ചെരുപ്പിടാതെ നടന്ന് വെണ്ടുകീറിയ പാദങ്ങൾ, ഇവയെല്ലാം അവരുടെ കഷ്ടപ്പാടുകളുടെയും അവർ എത്രത്തോളം അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്നതിൻ്റെ അടയാളങ്ങളാണ്. കുട്ടികളെ കാണാൻ വരുമ്പോൾ ആ കീറിയ പേഴ്സിൽ നിന്ന് കുറച്ച് ചില്ലറ തുട്ടുകൾ എടുത്തു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ആ തുട്ടുകളിൽ പോലും അവരുടെ കണ്ണുനീരിൻ്റെ നനവുണ്ടായിരുന്നു എന്നാണ് കഥാകാരൻ പറയുന്നത്. ആ കുട്ടികളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ആ അമ്മമ്മ ഒരുപാട് പാടുപെടുന്നു. ഈ മക്കളെ പൊന്നുപോലെ നോക്കണേ സാറന്മാരെ. ഇവർക്ക് ഞാനും നിങ്ങളും അല്ലാതെ മറ്റാരുമില്ല. അവരുടെ ലോകം മുഴുവൻ ആ 3 കുട്ടികളാണ്. അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി എന്തും സഹിക്കാൻ അവർ തയ്യാറായിരുന്നു. കഥയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കഥാകാരൻ നമ്മളെ ഉത്തരമില്ലാത്ത ഒരു ചോദ്യത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അത് ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ആധിയാണ്. ഈ ഒരു താരതമ്യം വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഒരു വശത്ത് കുട്ടികൾ, അവർ പുതിയ അവസരങ്ങളുടെയും നിറങ്ങളുടെയും ലോകത്തേക്ക് വളരുകയാണ്. എന്നാൽ മറുവശത്ത് അമ്മമ്മയുടെ ലോകം വെയിലേറ്റ് നിറം മങ്ങിയ ആ ഒരൊറ്റ സാരിയിൽ ഒതുങ്ങിപ്പോവുകയാണ്. കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ അമ്മമ്മ ആ വേദന നിറഞ്ഞ ഭൂതകാലത്തിൽ തന്നെ തറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അമ്മമ്മ അനുഭവിക്കുന്ന ആ വേദനയല്ല കഥാകാരനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്, മറിച്ച് ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. കഥ അവസാനിക്കുന്നത് ഈ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യത്തോടെയാണ്. പുതിയൊരു ലോകത്ത് ജീവിച്ച് വളർന്നു വരുന്ന ഈ കുട്ടികൾക്ക് തങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഹോമിച്ച ആ നിറം മങ്ങിയ സാരി ഉടുത്ത അമ്മമ്മയുടെ ത്യാഗം, അത് ഒരു കാലത്ത് അവർക്ക് ഒരു ഭാരമായി തോന്നുമോ? അവരുടെ സ്നേഹം ഒരു പഴയ ഓർമ്മയായി മാറുമോ? ഈ ചോദ്യം വായനക്കാർക്ക് വിട്ടുകൊണ്ട് ഈ ഓർമ്മക്കുറിപ്പ് അവസാനിപ്പിക്കുകയാണ് പി. സുരേന്ദ്രൻ. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ട്. അമ്മമ്മേ, എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോവല്ലേ, എന്നെയും കൊണ്ടുപോ. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള ചോദ്യങ്ങളും ഉള്ളടങ്ങിയ ഒരു PDF കംപ്ലീറ്റ് നോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, അത് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് കോപ്പി ചെയ്യാം, ഉപയോഗിക്കാം. കോപ്പി ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഉദാഹരണമായി അതിനകത്തൊരു ചോദ്യം ഞാൻ വായിക്കാം. അമ്മമ്മ തന്റെ പേരക്കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടതിന്റെ പ്രധാന കാരണങ്ങൾ
എന്തെല്ലാമായിരുന്നു? വിശദമാക്കുക എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക. അങ്ങനെ വന്നാൽ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഉത്തരം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരം എഴുതുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള കാര്യം, ആ പാഠം എഴുതിയ എഴുത്തുകാരനെ സംബന്ധിച്ച് 1-2 വാചകം മുഖവുരയായിട്ട് അല്ലെങ്കിൽ ആമുഖമായിട്ട് അവിടെ കൊടുക്കുക. അമ്മയില്ലാത്ത 3 പേരക്കുട്ടികളുടെ ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അമ്മമ്മയ്ക്ക് മൂത്ത കുട്ടിയെ ഹോസ്റ്റലിൽ ചേർക്കേണ്ടി വന്നു. പേരക്കുട്ടികളെ നെഞ്ചോട് ചേർത്ത് വളർത്തണമെന്ന് അമ്മമ്മ ആഗ്രഹിച്ചിരുന്നെങ്കിലും ദാരിദ്ര്യം കാരണം അവരുടെ ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ മക്കളുടെ നല്ല ഭാവിയെക്കുറിച്ച് അമ്മമ്മയ്ക്ക് വലിയ പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കടുത്ത തീരുമാനം എടുത്തത്. ഈ കുട്ടികളെ പോറ്റി വളർത്താൻ അമ്മമ്മ നന്നേ കഠിനമായി അധ്വാനിക്കേണ്ടതും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് എഴുത്തുകാരനെ കുറിച്ചാണ്. പി സുരേന്ദ്രൻ. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് പി സുരേന്ദ്രൻ. ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളായിട്ടാണ് പി സുരേന്ദ്രൻ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റ് എന്ന പേരിൽ ഒരു ചെറുകഥാ സമാഹാരത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതോടുകൂടിയാണ് പി സുരേന്ദ്രൻ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയനായി തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം, അമ്മമ്മ എന്ന പാഠം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പുസ്തകം ഇലഞ്ഞിപ്പൂമണമുള്ള നാട്ടുവഴികൾ എന്നതാണ്. ആ പേരിൻ്റെ താഴെ ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും പുസ്തകം എന്ന് വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മമ്മ എന്ന പാഠം ചെറുകഥാ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഓർമ്മക്കുറിപ്പാണ് എന്ന് ആദ്യമേ പറഞ്ഞത്. ഇതിനകത്താണ് അമ്മമ്മയെക്കുറിച്ച് പറയുന്നത്. പ്രീ മെട്രിക് സ്കൂളിൽ തൻ്റെ 3 പേരക്കുട്ടികളെയും ചേർക്കാൻ കൊണ്ടുവന്ന അമ്മമ്മ യഥാർത്ഥ കഥാപാത്രമാണ്. ഇതൊരു സാങ്കല്പിക സൃഷ്ടിയല്ല. എഴുത്തുകാരന് നേരിട്ട് കാണാനും അറിയാനും സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചും കൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ് ഇലഞ്ഞിപ്പൂമണമുള്ള നാട്ടുവഴികൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്ന അമ്മമ്മ എന്ന പാഠം. 1999 പി സുരേന്ദ്രന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്.